പുനഃസംഘടനയ്ക്കെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള ഗ്രൂപ്പ് നേതാക്കളുടെ നീക്കത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഒരുങ്ങുകയാണ് കെപിസിസി നേതൃത്വം. UDF കൺവീനർ MM ഹസൻ തന്നെ സംയുക്ത ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തതിലുള്ള അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം. അതേസമയം ഈ സമയത്ത് ഗ്രൂപ്പ് യോഗം ശരിയായില്ല എന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. അത് പറഞ്ഞ് ആരെയും തിരുത്താനില്ല. ഗ്രൂപ്പ് യോഗങ്ങൾ രൂക്ഷമായാൽ 2004-ലെ അവസ്ഥയുണ്ടാകുമെന്നും മുരളീധരൻ പറഞ്ഞു. അല്ല, ഹൈക്കമാൻഡിനെ ആർക്കും സമീപിക്കാം. അതിൽ ആർക്കും അതിനെ തടയാൻ നിവൃത്തിയില്ല. ഹൈക്കമാൻഡിൽ ചെന്ന് പരാതി പറയാനുള്ള അവകാശം എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട്. പിന്നെ കോൺഗ്രസിലൊരു കീഴ്വഴക്കുണ്ട്. എല്ലാം ഫൈനൽ അതോറിറ്റി എല്ലാ സന്ദർഭങ്ങളിലും പാർലമെന്ററി പാർട്ടി നേതാവും PCC പ്രസിഡന്റും ചേർന്നിട്ടാണ് ഫൈനലായിട്ടുള്ള തീരുമാനം അറിയിക്കാറ്. ഫ്രാക്ഷൻ യോഗം ചേർന്ന് ശരിയോ തെറ്റോ ഞാൻ പറയുന്നില്ല. കാരണം ഇന്നലെ ചേർന്ന് ഇവരൊക്കെ സീനിയർ നേതാക്കന്മാരാണ്. അതുകൊണ്ട് അവരെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തിയുടെ ഫലമായി 2004 ഉണ്ടായ അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഉൾപ്പെടെ, ഞാൻ ബാക്കി ആരും ഞാൻ പറയുന്നില്ല. പിന്നെ ആർക്കും പരാതിയില്ലല്ലോ. അപ്പോൾ 2004 എന്തുണ്ടായി? ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടായി. പക്ഷേ അത് ആസ്വദിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. 2024 ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാവും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കേരളത്തിന് കഴിയണം. അതിന് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകണം. കോൺഗ്രസ് പുനഃസംഘടന നടത്തിയത് ജനാധിപത്യപരമായാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘടന തകർന്ന സമയത്താണ് തങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. എല്ലാവരെയും ഒരുപോലെ സംരക്ഷിച്ചാണ് മുന്നോട്ട് പോയത്. ഗ്രൂപ്പ് നേതാക്കൾ ആത്മപരിശോധന നടത്തണം. താൻ സ്വന്തം നിലയിൽ ഒരു താൽപര്യവും നടത്തിയിട്ടില്ല. ആരുമായും തർക്കത്തിന് മറുപടി പറയാൻ താനില്ല എന്നും VD സതീശൻ പറഞ്ഞു. 172 പേരെ ഇവരെല്ലാവരും ഒപ്പിട്ട് തന്നേക്കണാണ് വെച്ചത്. പിന്നെയുള്ള 110 പേരുടെ പ്രോസസ്സാണ് നടത്തിയത്. അത് എല്ലാ ജില്ലകളിലെയും ബാലൻസ് നോക്കി വളരെ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരാളെ പോലും എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് വളരെ ചുരുക്കം ആളുകളെ 10-16 പേരാണ് വെച്ചിരിക്കുന്നത്. കേരളത്തിലെ തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുകയാണ്. താരിഖ് അൻവർ മറ്റന്നാൾ കേരളത്തിലേക്ക് എത്തും. വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നു. ഡാനി, ഗ്രൂപ്പ് AI ഗ്രൂപ്പുകളുടെ നീക്കം ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിനെ തടയിടാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു നേതൃത്വം. അതേസമയം ഹൈക്കമാൻഡ് ഈ വിഷയത്തിനകത്ത് കൃത്യമായ രീതിയിൽ ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു. താരിഖ് അൻവർ എത്തുന്നത് എപ്പോഴാണ്? ഏതെല്ലാം രീതിയിലുള്ള അണിയറ ചർച്ചകൾ ഈ രണ്ട് ഭാഗങ്ങളിലുമായി നടക്കുന്നു? അപർണ, താരിഖ് അൻവർ, അതായത് ഈ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് തന്നെയാണ് വ്യക്തമായ സൂചന. അതുകൊണ്ട് തന്നെയാണ് താരിഖ് അൻവർ വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് എത്തുന്നത്. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന തർക്കങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത്ര പരസ്യമായ രീതിയിലേക്ക്, പുറത്തു പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഗ്രൂപ്പ് യോഗങ്ങൾ സജീവമാക്കുന്ന രീതിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ അത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ വളരെ സജീവമായ രീതിയിലേക്കായി. തിരുവനന്തപുരത്തെ ഗ്രൂപ്പ് യോഗങ്ങൾ അടക്കം AI ഗ്രൂപ്പുകൾ ചേരുന്നു. മുന്നോട്ട് പോകാനായിട്ട് തത്വത്തിലൊരു തീരുമാനമെടുക്കുന്നു. ഒരു ഭാഗത്ത് KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നീങ്ങാനുള്ള ഒരു ധാരണ. ഈ രീതിയിലേക്ക് പരസ്പരം പോര് വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതിന്റെ സൂചനയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ തന്നെ ഇടപെടാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അല്ല എങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് യോഗങ്ങൾ എല്ലാ ദിവസവും ചേർന്ന പോലൊരു അവസ്ഥയിലേക്ക് പോകും. ഇന്ന് കൊച്ചിയിൽ VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അത് തന്നെയാണ് VD സതീശൻ സൂചിപ്പിച്ചത്. കാരണം സംഘടന തകർന്ന സമയത്താണ് തങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. തങ്ങൾ എന്ന് പറയുന്നത് KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ VD സതീശനും എല്ലാം തന്നെ ഈ രംഗത്തേക്ക് വരുന്നതെല്ലാം കോൺഗ്രസിന്റെ ഒരു പുനഃസംഘാടനം സംസ്ഥാനത്ത് ഉണ്ടാക്കുക എന്ന ലക്ഷ്യബോധത്തോടുകൂടിയായിരുന്നു. തുടർച്ചയായ 2 തവണ ഇടതുമുന്നണി അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് സംഘടനയെ താഴെത്തട്ടിൽ നിന്ന് തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, പ്രവർത്തന വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് തങ്ങൾ മുന്നോട്ട് പോയത്. ഇതുവരെയും എല്ലാവരെയും സംരക്ഷിച്ചു പോന്നിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, അദ്ദേഹം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരെയും പേരെടുത്ത് കുറ്റപ്പെടുത്താനോ മറ്റ് അച്ചടക്ക നടപടികളോ ഒന്നും തന്നെ പറഞ്ഞില്ല. ഒരു സമവായത്തിന്റെ സ്വരം തന്നെ അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്യുന്നു. പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഗ്രൂപ്പ് യോഗങ്ങൾ, അതിന്റെ ഒരു മുന്നോട്ട് പോക്ക്, നേതാക്കളുടെ പ്രസ്താവന, ഇതിലെല്ലാം തന്നെ ഇത് ആരുടെയും നന്മയ്ക്കാകില്ല എന്ന് അദ്ദേഹം സൂചന നൽകുകയും ചെയ്യുന്നു. എതിര് പറയുന്നവർ ശരിയാണോ എന്ന്
ആത്മപരിശോധന നടത്തണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇതിൽ ഇപ്പോഴും സമവായത്തിന്റെ സാധ്യതകൾ അവശേഷിക്കപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ തർക്കം വളരെ വലിയ രീതിയിലേക്ക് പോകാതെ തന്നെ അത് വളരെ തുടക്കത്തിൽ പറഞ്ഞു തീർക്കുക. കാരണം അടുത്ത വർഷം ഒരു രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളം അതിൽ മികച്ച സംഭാവന നൽകേണ്ട ഒരിടം ആണെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് നേതാക്കൾക്ക് തമ്മിൽ ഈ സമയത്ത് ഗ്രൂപ്പ് കാര്യങ്ങൾ പറഞ്ഞിരിക്കേണ്ട സമയമല്ല എന്ന് തന്നെയാണ് ഈ നേതാക്കൾ പരസ്പരം പറയുന്നതും അതോടൊപ്പം തന്നെ ഇവരെ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു പൊതുബോധത്തിൽ വീണ്ടും കൊണ്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വരുന്നത്. താരിഖ് അൻവർ അടക്കം അടുത്ത ദിവസങ്ങളിലേക്ക് എത്തും. അവർ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തും. ഇപ്പോഴുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ അത് ഏത് രീതിയിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം, പരസ്യമായ രീതിയിലേക്ക് പോകുന്നത് അത് മറ്റുള്ളവർക്കായിരിക്കും ഗുണം ചെയ്യുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്തുക എന്നത് ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം എത്തുന്നത്. എന്തായാലും പുതിയൊരു അധ്യായം, ഗ്രൂപ്പിന്റെ മറ്റൊരു അധ്യായം, ഒരു ഏട് കൂടി തുറന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപർണ. റൈറ്റ്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി. കോൺഗ്രസ് പുനഃസംഘടനാ തർക്കം കോടതിയിലേക്ക്. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനം ചോദ്യം ചെയ്ത് കോടതിയിൽ ഹർജി നൽകി. മാടായി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി AV സനിൽകുമാറാണ് കോടതിയെ സമീപിച്ചത്. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, KPCC അധ്യക്ഷൻ K സുധാകരൻ തുടങ്ങിയവർക്കെതിരെയാണ് ഹർജി. വ്യാജരേഖ കേസിൽ K വിദ്യയുടെ കാസർഗോഡ് തൃക്കരിപ്പൂരിലെ വീട്ടിൽ അഗളി പോലീസ് പരിശോധന നടത്തി. പൂട്ടിയിട്ട വീട് ബന്ധുവാണ് തുറന്നുകൊടുത്തത്. തെളിവുകൾ തേടിയാണ് എത്തിയതെന്നും വിദ്യ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. എറണാകുളം മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കിയ കേസിൽ SFI മുൻ നേതാവും തൃക്കരിപ്പൂർ സ്വദേശിനിയുമായ K വിദ്യയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. അഗളി CI സലീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പൂട്ടിയ നിലയിലായിരുന്ന വീട് ബന്ധുവാണ് തുറന്നുകൊടുത്തത്. വിദ്യയുടെ അയൽവാസികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി. കോടതി അനുമതിയോടെയാണ് വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെർച്ച് നടത്താനാണ്. പറഞ്ഞ ഫോർജി ഡോക്യുമെന്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ഇതേ ഉള്ളൂ. കേസ് രജിസ്റ്റർ ചെയ്ത് 4 ദിവസം കഴിഞ്ഞിട്ടും വിദ്യയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല. വിദ്യയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ വ്യാജരേഖ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂ. ഇതിനിടയിൽ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഹാജരാക്കിയ 2 വർഷത്തെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിനൊപ്പം വ്യാജ സത്യവാങ്മൂലവും സമർപ്പിച്ചതായി നീലേശ്വരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് സംബന്ധിച്ച് ഉൾപ്പെടെ നീലേശ്വരം പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. വിദ്യ പഠിച്ച കള്ളിയെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് ഷമാസ്. 2018 മുതൽ 2019 വരെ K വിദ്യ കാലടി യൂണിവേഴ്സിറ്റിയിൽ MPhil ചെയ്തു. ഇതേ കാലയളവിൽ കാലടി ശങ്കര കോളേജിൽ ഗസ്റ്റ് ലെക്ചറായും ജോലി ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫെലോഷിപ്പും കോളേജിൽ നിന്ന് ശമ്പളവും വാങ്ങിയെന്നും ഷമാസ് ആരോപിച്ചു. വ്യാജരേഖ ചമയ്ക്കാൻ വിദ്യയ്ക്ക് MR ഷോ ഒത്താശ ചെയ്തു. വിദ്യയ്ക്ക് PhD പ്രവേശനത്തിന് മന്ത്രി P രാജീവ് വഴിവിട്ട നീക്കം നടത്തി. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും KSU ആവശ്യപ്പെട്ടു. ഒരു സ്ഥലത്ത് വിദ്യാർത്ഥിനിയായിരിക്കുകയും മറ്റൊരു സ്ഥലത്ത് അധ്യാപികയായിരിക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫെലോഷിപ്പ് വാങ്ങി, കോളേജിൽ നിന്ന് ശമ്പളവും വാങ്ങി. കൃത്യമായി പറഞ്ഞാൽ ചെപ്പടി വിദ്യ പഠിച്ച കള്ളിയായ SFIക്കാരി തന്നെയാണ് എന്നുള്ളതാണ്. K വിദ്യ നിലവിൽ SFI നേതാവ് അല്ല എന്ന് മന്ത്രി P രാജീവ്. ഒരു കുറ്റവാളിയെയും സർക്കാർ സംരക്ഷിക്കില്ല, തെറ്റായ പ്രവണതകൾ അംഗീകരിക്കില്ല. K വിദ്യയ്ക്ക് PhD പ്രവേശനം ലഭിക്കാൻ താൻ ഇടപെട്ടുവെന്ന KSUവിന്റെ ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നും മന്ത്രി പറഞ്ഞു. SFI നേതാവൊന്നുമില്ലല്ലോ അവര്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാലത്ത് SFIയുടെ ഭാഗമായി യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹിയായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന സമീപനം സർക്കാരിനില്ല. അപ്പോൾ നേരത്തെ SFIയിൽ പ്രവർത്തിച്ചിരുന്നു എന്നതുകൊണ്ട് നേരത്തെ പലരും വ്യക്തമാക്കിയതുപോലെ SFIയുടെ ഒരു ഉത്തരവാദിത്തമല്ലത്. അത്തരത്തിലുള്ള തെറ്റായ പ്രവണത ഇപ്പോൾ മഹാരാജാസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എല്ലാം ഇപ്പോഴത്തെ റാങ്കിങ്ങിൽ ഏറ്റവും മികവാർന്ന രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ കോളേജുകൾ നമ്മുടെ 2-3 സ്വഭാവത്തിൽ റാങ്കിങ്ങിലും നന്നായി മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നേട്ടമാകെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ തെറ്റായ പ്രവണതകൾ ഏതെങ്കിലും വ്യക്തികൾ ചെയ്താൽ അതെല്ലാം ശക്തമായി തന്നെ നിയമാനുസൃതം തന്നെ നേരിടും.
വിദ്യക്കെതിരായ കേസിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിദ്യയെ അറസ്റ്റ് ചെയ്യേണ്ടത് CPM അല്ല, ആർഷോയ്ക്കെതിരെ നടന്നത് വലിയ ഗൂഢാലോചനയാണ്. ഗൂഢാലോചന നടത്തിയത് ആരാണെങ്കിലും പുറത്തുകൊണ്ടുവരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആവശ്യമായ രീതിയിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയ്ക്കുക. അതിലൊന്നും ആരും സംരക്ഷിക്കാനും ആരെങ്കിലും പിന്തുണയോടുകൂടി ഇത്തരം തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് സംരക്ഷണം ലഭിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അല്ല, വിശദീകരണം എന്തിനാ എതിർക്കേണ്ട കാര്യം? സത്യം പറഞ്ഞാൽ ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു തരത്തിലും ഒരു തര പങ്കാളിത്തം ഇല്ലാത്ത കാര്യത്തിൻ്റെ അകത്ത് അദ്ദേഹത്തെ പ്രതിയാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ഗൂഢാലോചനയാണ് നടന്നത്. അത് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരിക തന്നെയും ആരൊക്കെ അതിന്റെ പിന്നിലുണ്ടോ അവരെല്ലാം ഫലപ്രദമായിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. SFI നേതാക്കൾ പ്രതികളായാൽ അറസ്റ്റും നടപടികളും ഉണ്ടാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളായിരുന്നിട്ടും അയാൾക്കെതിരെയാണ് ഇപ്പോൾ SFI തിരിഞ്ഞിരിക്കുന്നത്. കാലടി സർവകലാശാലയിൽ ഗവേഷണത്തിന് സംവരണമുള്ളതാണ്. മുൻ വൈസ് ചാൻസലർ അടക്കം അട്ടിമറിക്ക് കൂട്ടുനിന്നതായും സതീശൻ ആരോപിച്ചു. ക്ലിയർ ആയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലാണ് VC നടത്തിയിരിക്കുന്നത്. പുറത്തു നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്കനുസരിച്ചിട്ടാണ് ആ PhD ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. SC/ST ചെല്ലണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ, അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് വയലേഷൻ ആണെന്ന്, സംവരണം അട്ടിമറിച്ചിരിക്കുകയാണെന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞല്ല, കാട്ടാക്കടയിൽ തിരുത്തിയ പ്രതിയും ഈ പ്രതിയും ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ നാട്ടിലുണ്ടല്ലോ, അല്ലാതെ ഒളിവിലൊന്നും പോയിട്ടില്ലല്ലോ. പക്ഷെ പോലീസ് പിടിക്കില്ല. പോലീസ് പിടിക്കാൻ പോലീസിന്റെ കൈകൾ കെട്ടിയിരിക്കുകയാണ്. അസാധാരണമായ ഒരു അതിജീവനത്തിന്റെ കഥ കേട്ടാണ് ഇന്ന് ലോകമുണർന്നത്. അത്ഭുതമെന്നല്ലാതെ ഈ അതിജീവനത്തെ വിശേഷിപ്പിക്കാനാവില്ല. കൊളംബിയയിലെ ആമസോൺ ഉൾവനത്തിൽ കാണാതായ കുട്ടികളെ 40 ദിവസത്തിനു ശേഷം ജീവനോടെ കണ്ടെത്തി. നിബിഡ വനത്തിൽ 4 കുട്ടികൾ എങ്ങനെ കഴിഞ്ഞു എന്നതിന്റെ ആകാംക്ഷയിലാണ് ലോകം. ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന നിബിഡമായ ആമസോൺ ഇരുൾവനത്തിൽ 4 കുട്ടികൾ അത്ഭുതകരമായി കഴിഞ്ഞത് 40 ദിവസം. അവിശ്വസനീയമായ ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്ന് ലോകം കണ്ണു തുറന്നത്. മെയ് 1 സെസ്ന 206 എന്ന വിമാനത്തിൽ തെക്കൻ കൊളംബിയയിലെ അരരാക്കുവരയിൽ നിന്ന് 7 പേർ പുറപ്പെടുന്നു. അമ്മയും 4 കുട്ടികളും ബന്ധുവും ഒരു പൈലറ്റും. ആമസോൺ കാടുകൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ കാക്വറ്റ പ്രവിശ്യയിൽ വെച്ച് എഞ്ചിൻ തകരാറിനെ തുടർന്ന് വിമാനം തകർന്നു വീണു. അമ്മയുടെയും ബന്ധുവിന്റെയും പൈലറ്റിന്റെയും മൃതദേഹങ്ങൾ പിന്നീട് തെരച്ചിലിൽ ലഭിച്ചു. പക്ഷേ 4 കുട്ടികളെ കണ്ടെത്താനായില്ല. മൂത്ത കുട്ടിക്ക് 13 വയസ്സ് പ്രായം, രണ്ടാമത്തെ കുട്ടിക്ക് 9 വയസ്സ്, മൂന്നാമത്തെ കുട്ടിക്ക് 4 വയസ്സ്, ഏറ്റവും ഇളയതിന് 1 വയസ്സു മാത്രം. വന്യജീവികളും മയക്കുമരുന്നു മാഫിയ സംഘങ്ങളുടെ വിഹാര കേന്ദ്രവും അങ്ങനെ നിഗൂഢവും കുപ്രസിദ്ധവുമായ ആമസോൺ കാടുകളിൽ ഈ കുട്ടികൾ രക്ഷപ്പെടില്ലെന്ന് പലരും കണക്കുകൂട്ടി. പക്ഷേ കൊളംബിയൻ ജനത പ്രതീക്ഷ കൈവിട്ടില്ല. കൊടും വനാന്തരങ്ങളിൽ അവർക്ക് വേണ്ടി തെരച്ചിൽ തുടങ്ങി. ഭക്ഷണ അവശിഷ്ടങ്ങളും കാൽപ്പാടുകളും ഡയപ്പറുമൊക്കെ കണ്ടെത്തിയതോടെ പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ്. ആമസോൺ വനത്തിലെവിടെയോ കുട്ടികൾ ജീവനോടെയുണ്ടെന്ന സംശയം ബലപ്പെട്ടു. പിന്നീട് അസാധാരണമായ രക്ഷാദൗത്യം. സൈന്യവും ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരും മറ്റുള്ളവരും ചേർന്ന് ഓപ്പറേഷൻ ഹോപ്പ് എന്ന പേരിൽ തെരച്ചിൽ തുടങ്ങി. ഇവർ കടന്നുപോയത് പല സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെയും. നായ്ക്കളെ ഉപയോഗിച്ച് കാട്ടിൽ തെരച്ചിൽ നടത്തി. ഗോത്രഭാഷയിലും സ്പാനിഷ് ഭാഷയിലും കുട്ടികളുടെ മുത്തശ്ശിയുടെ ശബ്ദം ലൗഡ് സ്പീക്കറുകളിൽ കാടുകളിൽ കേൾപ്പിച്ചു. ഒടുവിൽ 40 ദിവസത്തിനു ശേഷം അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു. ജീവനോടെ 4 കുട്ടികളെയും കണ്ടെത്തി. രാജ്യത്തിനാകെ സന്തോഷമുള്ള ദിനമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗസ്റ്റാവോ പെട്രോയുടെ ട്വീറ്റ്. കുട്ടികൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കുട്ടികളെ ബന്ധുക്കളുടെ അടുത്തെത്തിക്കും. ഗോത്രവർഗത്തിൽപ്പെട്ടവരായതിനാൽ കാടിനെ അടുത്തറിയുന്നത് ഇവരുടെ അതിജീവനത്തിന് സഹായകമായി. ആമസോൺ കാടുകളിലെ ദിനരാത്രങ്ങളുടെ കഥ ഈ കുട്ടികൾ തന്നെ ഇനി ലോകത്തോട് പറയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം പുനലൂരിൽ തെരുവുനായ ആക്രമണത്തിൽ സ്കൂൾ കുട്ടിക്കുൾപ്പെടെ 17 പേർക്ക് കടിയേറ്റു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആന്റി റാബീസ് വാക്സിന് ദൌർലഭ്യം നേരിട്ടത് പ്രതിസന്ധിയുണ്ടാക്കി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 100 യൂണിറ്റ് ആന്റി റാബീസ് വാക്സിൻ പുനലൂർ ആശുപത്രിയിൽ എത്തിച്ചു. ഏറെ നാളായി തെരുവുനായ ശല്യവും ആക്രമണവും മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പുനലൂരിലെ ജനങ്ങൾ. ഇന്നലെ മാത്രം 17 പേർക്കാണ് കടിയേറ്റത്. മാർക്കറ്റ് ജംഗ്ഷനിൽ ട്യൂഷൻ കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയായിരുന്ന പുനലൂർ ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അടക്കമുള്ളവർക്കാണ് കടിയേറ്റത്.
MLA റോഡിന് സമീപത്തെ കടയിൽ ജോലി ചെയ്തിരുന്ന പുനലൂർ മഞ്ഞമൺകാല സ്വദേശി ഷിജുവിനെ കടയ്ക്കുള്ളിൽ കയറിയാണ് നായ ആക്രമിച്ചത്. ഞാൻ കട പൂട്ടി 6 അപ്പുറത്തെ ഗേറ്റ് പൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. പട്ടി ചാടി കയറി ഈ സൈഡിൽ കയറി പിടിക്കുമോ? തോട്ടോടെ ടൈല് കട കടയ്ക്കകത്ത് കയറി. ഞാനതിന് അതിനെ പൊക്കി കഴുത്തിൽ വീഴുന്നതിൽ പിടിച്ചില്ലെങ്കിൽ ഇത് പറഞ്ഞു പോയേനെ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ആന്റി റാബീസ് വാക്സിൻ ഇല്ലാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. പരിക്കേറ്റവരെ സന്ദർശിക്കാനെത്തിയ നഗരസഭാ ചെയർപേഴ്സൺ ഇക്കാര്യം DMOയെ അറിയിച്ചു. ഇതിന് പിന്നാലെ 100 യൂണിറ്റ് ആന്റി റാബീസ് വാക്സിൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 5 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആന്റി റാബീസ് സിറം കൊടുക്കാനുള്ള സൗകര്യം പരിഗണിച്ചാണ് ഇവരെ ഇവിടേക്ക് മാറ്റിയത്. ഒരാഴ്ച മുൻപ് പുനലൂർ KSRTC ഡിപ്പോയിലും തെരുവുനായയുടെ ആക്രമണമുണ്ടായിരുന്നു. KSRTC ഡ്രൈവർക്കുൾപ്പെടെ 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. തെരുവുനായ്ക്കളുടെ പ്രജനനം നിയന്ത്രിക്കാൻ നടപ്പാക്കിയ ABC പദ്ധതിക്കെതിരെ മൃഗസ്നേഹികൾ കോടതിയെ സമീപിച്ചതോടെ നഗരസഭാ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിരുന്നു. ഇതേ തുടർന്ന് പദ്ധതി നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് 18 കൊല്ലം. കൊല്ലം പുനലൂരിൽ തെരുവുനായ ആക്രമണത്തിൽ സ്കൂൾ കുട്ടിക്ക് അടുത്തൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ്. 20 ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 1.5 കോടി രൂപയോളം പിരിച്ചെടുത്തെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. തട്ടിപ്പിൽ സൂത്രധാരനായ ബാലരാമപുരം സ്വദേശി സന്തോഷ് കുമാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ പൂജപ്പുര പോലീസ് കേസെടുത്തു. ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ക്ലർക്ക് തസ്തികകളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് 17 ലക്ഷം രൂപയും ക്ലർക്ക് തസ്തികയിലേക്ക് 8 ലക്ഷം രൂപയുമാണ് നൽകേണ്ടത്. ബാലരാമപുരം കട്ടച്ചൽക്കുഴി സ്വദേശി T സന്തോഷ് കുമാറാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ഏജന്റാണെന്ന വ്യാജ ID കാർഡുമായാണ് സന്തോഷിന്റെ തട്ടിപ്പ്. പരാതിക്കാരനായ പോങ്ങമ്മൂട് സ്വദേശിയിൽ നിന്ന് സന്തോഷ് തട്ടിയത് 8 ലക്ഷം രൂപയാണ്. ചെന്നൈയിലെത്തിച്ച് വൈദ്യപരിശോധനയും സർട്ടിഫിക്കറ്റ് പരിശോധനയും പൂർത്തിയാക്കിയാണ് റെയിൽവേയുടെ ലോഗോയുള്ള ഓഫർ ലെറ്റർ നൽകുന്നത്. പിന്നീട് യാതൊരു അറിയിപ്പും ലഭിക്കാത്തതോടെ പറ്റിക്കപ്പെട്ട കാര്യം ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയുന്നു. ബാലരാമപുരം സ്റ്റേഷനിലെ വിസ തട്ടിപ്പ് കേസിലും സന്തോഷ് പ്രതിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല അതിക്രമങ്ങളിൽ മുൻ DGP ഹേമചന്ദ്രന്റെ വെളിപ്പെടുത്തൽ സുപ്രധാനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ശബരിമലയെ തകർക്കാൻ സർക്കാർ ആസൂത്രിത ഗൂഢാലോചന നടത്തിയെന്ന് വ്യക്തമായി. ഇത് BJP നേരത്തെ തന്നെ പറഞ്ഞതാണ്. ശബരിമലയിൽ നടന്ന ഗൂഢാലോചനയിൽ സിറ്റിംഗ് ജഡ്ജിയുടെ അന്വേഷണം വേണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് BJP പ്രക്ഷോഭം നടത്തുമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. അതുകൊണ്ട് ഈ വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ച് ശരിയായ അന്വേഷണം വേണം. അതിനാവശ്യമായിട്ടുള്ള പ്രചാരണവും പ്രക്ഷോഭവും നടത്താൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായും സൂചിപ്പിക്കുന്നതാണ്, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള നീക്കം നടന്നിരുന്നു. സർക്കാരിന് ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു വിധി ഉപയോഗിച്ച് ശബരിമലയെ തകർക്കുക എന്നുള്ള വളരെ വ്യക്തമായൊരു ലക്ഷ്യം സർക്കാരിനുണ്ടായിരുന്നു. നൈജീരിയയിൽ മാസങ്ങളായി കുടുങ്ങിക്കിടന്ന മലയാളി നാവികർ തിരിച്ചെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ നാവികരെ ബന്ധുക്കളും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു. ഒരുമിച്ച് 3 പേരും ഒരുമിച്ച് നിൽക്കോ? പോലെ ഒന്ന് 3 പേരും ഒരുമിച്ച് നിൽക്കോ? നാട്ടിൽ തിരിച്ചെത്താനായതിൽ സന്തോഷമുണ്ടെന്നും ഒപ്പം നിന്നവർ എല്ലാം നന്ദിയുണ്ടെന്നും മിൽട്ടനും വിജിത്ത് നായരും പറഞ്ഞു. പ്രതീക്ഷ അറ്റുപോയൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടും ഇവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞു. നിങ്ങളോട് ഒത്തിരി നന്ദി പറയുന്നു. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്താണ് കൂടുതലും വിഷമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ തവണ ഫോൺ കിട്ടി വിളിക്കുമ്പോഴും ഞങ്ങൾ കുടുംബത്തിന് അറിയാനായിട്ട് കഴിഞ്ഞത് പേടിക്കണ്ട, കൂടെ ആളുകളുണ്ട്, എല്ലാവരും നമ്മുടെ കൂടെയാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അത് ഇന്നത് അന്വേഷണമായി തീർന്നു. എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ഒത്തിരി നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും കമ്പനീൻ്റെ ഭാഗത്തുനിന്നായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും MP ആയ IBN സാറിൻ്റെയും അതേപോലെ തന്നെ ഒരുപാട് MP മാരുണ്ട്. റഹീം സാറ്, പേരെടുത്താൽ പറയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഭാഗത്തുനിന്നുള്ള ഇടപെടലെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ എംബസി ഹൈ കമ്മീഷണർ നമ്മുടെ സുബ്രഹ്മണ്യം സാർ IFS, പുള്ളിയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ആ ഒരു ഹാർഡ് ഡേയ്സ് എന്ന് വെച്ചാൽ ഞാനും സനു സാറും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൂന്ന് ആ ഒരു അവസ്ഥ വെച്ചാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. നമുക്ക് ഫുഡും വെള്ളമൊക്കെ ഒന്നും മര്യാദക്ക് കിട്ടാതായി. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞ നമ്മളൊരു ടോയ്ലറ്റിൽ വെള്ളം കുടിക്കാനൊക്കെയാണ് പറഞ്ഞത്. ആ ഭയങ്കര സീൻ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു 16 മെമ്പേഴ്സിനെ എല്ലാം കൂടി ഒരു ചെറിയ റൂമിലിട്ട് പൂട്ടി അവർ ലോക്കൊക്കെ ചെയ്തിരുന്നു. അത് നമുക്കൊരു ഭയങ്കര വല്ലാത്തൊരു അനുഭവമായി വരും. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാതെ, നമ്മളൊരു ക്രൈമും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്യാൻ ഇമാജിൻ.
എല്ലാ ഘട്ടത്തിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടിയത് ഇവർ സേഫായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ പറ്റി, ഇവർ സേഫാണെന്ന് അറിഞ്ഞു. പിന്നീട് നിരന്തരമായ ഇടപെടലുകളും അവിടുത്തെ കോടതി അത് ഇവരും വലിയ ടാക്ട്ഫുള്ളി അത് ഡീൽ ചെയ്തു എന്നുള്ളതാണ്. സനുവും വിജിത്തും മിൽട്ടണും അത് നിരന്തരമായി ടാക്ട്ഫുള്ളി അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യൻ അംബാസിഡർ വഴിയെല്ലാം അതിൻ്റെ എല്ലാ നിയമപരമായ വശങ്ങളും പൂർത്തീകരിച്ചു. ഇവിടെ മാധ്യമങ്ങളുടെയും നിരന്തരമായി അത് റിപ്പോർട്ട് ചെയ്യുന്നതിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മൾ പാർലമെൻറ്റിലാണെങ്കിലും ഈ വിഷയം പലതവണ റേസ് ചെയ്തു. അതിൻ്റെ ഒരു പ്രയോജനവും ഫലവും ഉണ്ടായെന്ന് കരുതുകയാണ്. കൊച്ചിയിൽ നിന്ന് നവമി വിശദാംശങ്ങളുമായി ചേർന്നു. നവമി, മാസങ്ങൾക്കു ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്നതിന്റെ സന്തോഷം, കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ വെല്ലുവിളികൾ, ഏതെല്ലാം രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മൂവരും നടത്തിയത്? അപർണ, 10 മാസത്തെ കാത്തിരിപ്പിനെ വിരാമമിട്ടുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ ഇവരെ സ്വീകരിച്ചത്. വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലായിരുന്നു ഇവർ കടന്നുപോയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നാണ് ഇക്വറ്റോറിയൽ ഗിനി സേന ഇവരുടെ കപ്പൽ തടഞ്ഞത്. MC ഹീറോയിൻ ഐഡുൻ എന്ന നെതർലാൻഡ് കപ്പലിലായിരുന്നു. സമുദ്ര അതിർത്തി ലംഘിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ഇവരെ തടവിലാക്കിയത്. ഗിനി സർക്കാരിന് മോചനദ്രവ്യമടക്കം വൻ തുക നൽകിയെങ്കിലും ഇവരെ വിട്ട് കൊടുത്തിരുന്നില്ല. തുടർന്ന് കേരള സർക്കാരും ഉൾപ്പെടെ നിരന്തരമായി ഇടപെട്ടതിനെ തുടർന്നാണ് ഇവരെ ഇപ്പോൾ മോചിപ്പിച്ചിരുന്നത്. ഇവരുൾപ്പെടെ 26 പേരായിരുന്നു ഈ കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിലെ വാട്ടർമാൻ എറണാകുളം മുളവുകാട് സ്വദേശി മിൽട്ടൺ ഡിക്കോട്ട, ചീഫ് ഓഫീസർ കടവന്ത്രയിൽ താമസിക്കുന്ന സുൽത്താൻ ബത്തേരി സ്വദേശിയുമായ സനു ജോസ്, കൊല്ലം സ്വദേശി ബി വിജിത്ത് എന്നിവരായിരുന്നു കപ്പലിലുണ്ടായിരുന്ന 3 മലയാളികൾ. നമുക്കറിയാവുന്നതുപോലെ തന്നെ വിസ്മയുടെ സഹോദരനാണ് വിജിത്ത്. ഇവർ 3 പേരുമാണ് ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. ഹൈബീഡൻ MP, അൻവർ സാദത്ത് MLA ഉൾപ്പെടെ ഇവരുടെ കുടുംബാംഗങ്ങളും ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.